Okay, friends. Now we can discuss about the geographical features of Arabian Peninsula and its location and the peculiar nature of the peninsula of Arabia. Arabia is situated between Africa and Asia. That is southwest of Asia and also northeast of Africa. And you can see in that interval map the location of Arabia. And you can see India, Africa, Russia, China, etc. You can see this stuff. Okay. Arabia or the Arabian Peninsula is a peninsula in Southwest Asia or northeast of Africa, between the Red Sea in the west and the Persian Gulf in the east. The southern part of the peninsula is bounded by the Gulf of Aden in the southwest and the Gulf of Oman and the Arabian Sea in the southeast. So, this is geographical features of Arabia. It seems as if the Arabian Peninsula was significant in the history of human migration out of Africa during the late Pleistocene. Emerging climate reports indicate that the peninsula was wetter many times in the past, suggesting that the region may have been inhabited considerably more than thought until now. അപ്പോൾ ഇത് ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഒക്കെ ഭാഗമായിട്ടിരുന്ന ഒരു സ്ഥലം തന്നെയാണ് അറേബ്യ. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ വൻകര വിസ്ഥാപനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അകന്നു പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായ ഒരു പെനിൻസുലയാണ് അറേബ്യ. അതുകൊണ്ട് തന്നെ അതൊരു പെനിൻസുലയായിട്ട് നിൽക്കുന്നതും അവിടെ ഒരുപാട് മടക്ക് പർവ്വതങ്ങൾ ഹിജാസിനെ പോലെയുള്ള സരാബത്ത് പോലെയുള്ള കുറേ മടക്ക് പർവ്വതങ്ങളും അവിടെ കാണാം. ഈ കുറേ മടക്ക് പർവ്വതങ്ങളും ഡെസേർട്ടും ഒക്കെ ആയിട്ടുള്ള ഈ അറേബ്യ പെനിൻസുല ഒരു കാലത്ത് വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ വെജിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത്. അത്തരം ഫോസിലുകളുടെയൊക്കെ ഒരു സാന്നിധ്യം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് അറേബ്യയുടെ ഒരു ഒരു സാന്നിധ്യം അവിടെ കാണാനുള്ള ഒരു കാരണമായിട്ട് കരുതാം. See, you can see in this picture about the geographical the Arabian Gulf in the northern side and Red Sea in the southwest, and Arabian Sea in the south, and also there is a Gulf of Aden. We already told you that. പിന്നീട് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അറേബ്യൻ പെനിൻസുല നമുക്ക് പ്രധാനമായിട്ട് ആ ഡെസേർട്ടിന്റെ ഒരു ചാരക്കടലിൽ കാണുന്ന റബ്ബൽ ഖാലി, അതേപോലെ അദ്ദന, അതേപോലെ നഫൂദ്, ഈ 3 ഡെസേർട്ട് ഏരിയകളും നജദ് പോലെയുള്ള ഹിജാസ് പോലെയുള്ള ആസിർ മൗണ്ടൻസ് അല്ലെങ്കിൽ സാരാത്ത് മൗണ്ടൻസ് പോലെയുള്ള അറേബ്യയുടെ വെസ്റ്റേൺ പാർട്ടിൽ കിടക്കുന്ന മലനിരകൾ, വടക്ക് പർവ്വതങ്ങളിലുള്ള മലനിരകളുണ്ട്. അതിന് സെൻട്രലായിട്ട് കാണപ്പെടുന്ന നജദ് അതേപോലെയുള്ള പർവ്വത മേഖലകളുമുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള അൽദബ് അൽ ഖാലി എന്ന് പറയുന്ന നോമാൻ ഡെസേർട്ട്, ഇന്ത്യൻ തലത്തിലേക്ക് വിശാലമായി കിടക്കുന്ന ഡെസേർട്ട് ഏരിയ. അതേപോലെ ആ ഡെസേർട്ടിനെയും അൽദബ് അൽ ഖാലി എന്ന് പറയുന്ന ഡെസേർട്ടിനെയും നഫൂദ് എന്ന് പറയുന്ന ഡെസേർട്ടിനെയും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദ്ദഹന പോലെയുള്ള നീളത്തിൽ നീണ്ടു കിടക്കുന്ന ആ ഒരു ഡെസേർട്ടും. അപ്പോൾ ഇതാണ് അറേബ്യയുടെ മാത്രമായിട്ടുള്ള ജോഗ്രഫി എന്ന് പറയുന്നത്. മുകളിലാണ് മെസപ്പൊട്ടേമിയ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ അറേബ്യയ്ക്ക് അതിന് മുകളിൽ കാണപ്പെടുന്ന ഒരു ഫെർട്ടൈൽ ക്രസന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്? എന്താണ് ഈ ഫെർട്ടൈൽ ക്രസന്റ്? അത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു സംഭവമാണ്. The peninsula is bounded in the north by a region known as the Fertile Crescent, a semi-settled area of fertile soil spanning from Upper Egypt along the coast of the Eastern Mediterranean Sea to the Persian Gulf, forming a bridge between northern Africa and the western Asia. The western portion of the Fertile Crescent is historically known as the Levant. The eastern part of Mesopotamia, which encompasses the valleys of Euphrates and Tigris river system. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രിസിന്റെയും ഇടയിലുള്ള പ്രദേശമാണ് മെസപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്നത്. 2 നദികളുടെ ഇടയിലുള്ള പ്രദേശം, നഗരം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മെസപ്പൊട്ടേമിയ.
ഇത് ഈ ഒരു മെസപ്പൊട്ടോമിയയുടെ ഭാഗമായിട്ട് വരുന്ന ഫലഭൂയിഷ്ഠമായിട്ടുള്ള ചന്ദ്രക്കലയുടെ അതിർകൂടി കിടക്കുന്ന വിശാലമായിട്ടുള്ള, അതായത് നൈൽ നദിയുടെ അപ്പർ നൈൽ നദിയുടെ അടുത്തുനിന്ന് തന്നെ തുടങ്ങി നേരെ പേർഷ്യൻ ഗൾഫ് വരെ അവസാനിക്കുന്നതായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന, ചന്ദ്രക്കല പോലെ നീണ്ടു കിടക്കുന്ന ആ അതിർത്തിയിലുള്ള ഒരു ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. ഇത് അതിനെയാണ് ഫെർട്ടൈൽ ക്രസന്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ അസീരിയൻ സംസ്കാരത്തിന്റെയും സുമേരിയൻ സംസ്കാരത്തിന്റെയും ബാബിലോണിയൻ സിവിലൈസേഷന്റെ ഒക്കെ തന്നെയും ഒരു വിളനില ഭൂമിയായിട്ട് കരുതുന്ന ഈ പ്രദേശം. You can see this the green color. See the അതിന്റെ ആകൃതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചന്ദ്രകലാതരം എന്നറിയപ്പെടുന്ന കാണുന്നത് തന്നെയാണ്. നോക്കൂ, യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ അതിനിടയിലുള്ള പ്രദേശമാണിത്. അതേപോലെ നൈലിന്റെ അടുത്ത് തുടങ്ങി, അതായത് മെഡിറ്ററേനിയൻ സീ അവിടുന്ന് തന്നെ തുടങ്ങുന്നു, നേരെ പേർഷ്യൻ ഗൾഫ് അവസാനിക്കുന്നു. അറേബ്യൻ പെനിൻസുല ചുറ്റിക്കിടക്കുന്ന വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു പ്രദേശമാണ് അറേബ്യൻ പെനിൻസുല. has served both land, bridge and center of indigenous cultural development for hundreds of thousands of years. And its central location with Africa to the west and Asia to the east gave a critical role in human history. നമുക്ക് വേൾഡ് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ ലൊക്കേഷൻ സെൻട്രൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു മാപ്പിനകത്തും കൃത്യമായിട്ടുള്ള പോപ്പുലേഷൻസ് എവിടെയൊക്കെയുള്ളത്, ഹിജാസില് പർവ്വതമേഖലയിൽ തന്നെയുള്ള മെക്ക, മദീന പോലെയുള്ള സ്ഥലങ്ങൾ, റിയാദ് പോലെയുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ട്. ആ പ്രദേശങ്ങളിലാണ് കൂടുതലും ജനവാസ മേഖലയുള്ളത്. ബാക്കിയെല്ലാം ഡെസേർട്ട് ഏരിയകൾ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെയുള്ളത് ട്രേഡ് റൂട്ട് നോക്കാം. ഇതിലും ഞാൻ നേരത്തെ കാണിച്ച അൽദർ അൽഖാലി പോലെയുള്ള ഡെസേർട്ട് ഏരിയയിലുള്ള ഒരു ട്രേഡ് അങ്ങനെ കുറുകെ പോകുന്ന ഒരു ട്രേഡ് റൂട്ടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും നോക്കൂ, ഇന്ത്യയുടെ ഗുജറാത്തിലേക്കും കച്ചിലേക്കും ഒക്കെ തന്നെയും, ചൈനയിലേക്കും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ തന്നെയും, ഏഷ്യ മൈനർ അതേപോലെ സ്ഥലങ്ങളിലേക്ക്, ഈജിപ്തിലേക്കും ഒക്കെ തന്നെ വലിയ ഒരു ട്രേഡ്. അപ്പോൾ പിന്നെ അറബികളെ സംബന്ധിച്ച് അറബികളുടെ വ്യാപാരം, കാരവൻ ജേർണീസ്, ഒരു ട്രേഡ് റൂട്ട് ഇത് ഒരു അത് അവരുടെ ഒരു ജീവിത രീതി തന്നെയായിരുന്നു. ഈ വ്യാപാരത്തിലൂടെ സമ്പാദിക്കുക. നമുക്ക് ഡെസേർട്ടിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു 3 ഡെസേർട്ടുകളുണ്ട്. നഫൂദ്, ദഹന, അൽദർ അൽഖാലി. 3 മെയിൻ ഡെസേർട്ട്സ് in Arabia. Nafud എന്താണ്? is in the northern part of these 3 found in north central Saudi Arabia. It's a vast oval sand sea characterized by a large deep crescent shaped dunes. It measures 300 to 400 kilometers east west and 125 to 250 kilometers north south ആയിട്ട് കിടക്കുന്ന വിശാലമായിട്ടുള്ള, എന്നാൽ അൽദർ അൽഖാലിപ്പോൾ അത്രയും വലുതല്ല, ചെറിയ ഒരു ഡെസേർട്ട് ഏരിയ ആണിത്. ഡീറ്റെയിൽസിൽ ഈ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ അത് നോക്കുക. പ്രധാനമായിട്ടും റെയിൻഫാൾ ഒക്കെ ലഭിക്കുന്ന വെജിറ്റേഷൻസ് ഉള്ള സ്ഥലമാണത്. വെജിറ്റബിൾ ഗ്രെയിൻസ്, അതേപോലെ ഈ റോക്കാട്ട് അവിടെ കാണപ്പെടുന്നുണ്ട്, പ്രദേശത്ത് കാണപ്പെടുന്നതാണ് റോക്കാട്ട്. പ്രത്യേകിച്ച് റോക്കാട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്മാൾ ട്രീസ് ഉണ്ട്, ചെറിയ ബുഷ് പോലെയുള്ള കാണപ്പെടുന്ന സ്ക്രബുകളാണ്. ഈ ഒരു അൽദർ അൽഖാലി അതേപോലെ നുഫൂദ് പോലെയുള്ള ഡെസേർട്ടിലേക്ക് സഞ്ചരിക്കാൻ പോയത് ആദ്യമായിട്ട് ലേഡി ആൻസ്ബിളിനെ പോലെയുള്ള ആളുകളാണ്. യൂറോപ്യൻ വുമനാണ്. ഈ ക്രോസ് നുഫൂദ് in 1878. അവർ ഈ ഒരു വളരെ മനോഹരമായ ഈ നുഫൂദിന്റെ നിറത്തെക്കുറിച്ചും അതിന്റെ മനോഹാരിതയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിശയം തോന്നും, ഈ മരുഭൂമികൾക്ക് എത്രത്തോളം മനോഹാരിതയുണ്ട്. ലാൻഡ് ഡെസേർട്ട് ഏരിയയുടെ മനോഹാരിതയാണ് കാണുന്നത്. സെൻട്രൽ പാർട്ട് ഓഫ് Arabian desert, the Al-Dahna is a long, narrow crescent of sand dunes that connects Al-Nafud in the north to Abd al-Khali. അൽദർ അൽഖാലിയെയും അതേപോലെ നുഫൂദ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീണ്ടു കിടക്കുന്ന ആ ഒരു ഡെസേർട്ടാണ് Al-Dahna എന്നറിയപ്പെടുന്നത്. പിന്നെ അൽദർ അൽഖാലി, known in English as the empty quarter, covers an integral of
65,000 kilometer square, that is 1,000 kilometer long and 500 kilometer wide. അത്ര വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്, occupying over a third of the peninsula. It spans the now southeastern part of Saudi Arabia as well as part of Yemen, Oman and the United Arab Emirates. UAE-ലൊക്കെ തന്നെ നീണ്ടു കിടക്കുന്ന വലിയൊരു ഡെസേർട്ട് ഏരിയ ആണ് Arab Valley എന്നറിയപ്പെടുന്നത്. The most part of the Arab Valley is covered in enormous reddish orange sand dunes reaching up to 250 meter in height. ഇപ്പോൾ അവിടുത്തെ എന്താണ് ഡൂൺസ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ മണൽ കാടുകൾ നമുക്ക് പറയാം, മണൽക്കൂരകളാണ് അവിടെ കാണപ്പെടുന്നത് തന്നെ. ആൻഡ് ഇവിടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ആദ്യ ക്ലാസിക് സൈഡിൽ തന്നെ പറഞ്ഞതാണ്, അവിടെയെല്ലാം നേരത്തെ വെജിറ്റേഷൻസിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. 1000-2000 ഇയേഴ്സ് മുമ്പായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഹിപ്പോപ്പൊട്ടാമസിന്റെയും ഫിഷിന്റെയും വാട്ടർ ബഫലോയുടെ ഒക്കെ തന്നെയും അവശിഷ്ടങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അവിടെയുള്ളത് 47 മുതൽ 58 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂട് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ അതിനടിയിൽ ഉള്ള ഈ ഒരു ഫോസിലുകളുടെ സാന്നിധ്യമാണ് അവിടുത്തെ പെട്രോളിയത്തിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കണക്കാക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയും. ഇനിയുള്ള മൗണ്ടൻസ് ആൻഡ് പ്ലേറ്റൂസ്. Sarawat is the largest mountain range on the Arabian Peninsula, stretching from the border between Jordan and Saudi Arabia down the Gulf of Aden in Yemen. Along the western edge of the Arabian Peninsula, the range is part of the Arabian Shield and is primarily volcanic rock. ഇവിടെ ഒരുപാട് വോൾക്കാനിക് റോക്കുകളുണ്ട്. അത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശം സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. വെസ്റ്റേൺ ബോർഡറിൽ മുഴുവനും സരാവത്ത് മൗണ്ടനും ഹിജാസ് മൗണ്ടനുമാണ് കാണപ്പെടുന്നത്. അവിടെയുള്ള ഈ ഒയാസിസുകളും അതേപോലെ തന്നെയാണ് പ്രധാനമായിട്ടും ഒരു പോപ്പുലേഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങൾ അവിടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഈ ചിത്രത്തിൽ കാണുന്നത് ജബൽ സൗദ is a peak located in Saudi Arabia with a claimed elevation of 1,133 meter on the basis which is claimed to be the highest point in Saudi Arabia. സൗദി അറേബ്യയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇത് കാണപ്പെടുന്നത് മറ്റൊരു ഗുഹയാണ്, പ്രവാചകൻ ധ്യാനിക്കാൻ വേണ്ടി പോയിരുന്നു പറയുന്ന ഗുഹയാണ്. ഹിജാസിലെ ഒരു ഗുഹയാണത്. ഇത് ആ ഗുഹയുടെ വിഭാഗമാണ്. ഹിജാസ് മൗണ്ടൻ ഒരു ഭാഗമാണ് ഹിജാസ് മൗണ്ടൻ. അതിലൂടെ പോകുന്ന മനോഹരമായ റോഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയാതെ ഹൈലാൻഡ് ആണ് located in the central part of the Arabian Peninsula. Definition of its borders have fluctuated through history, but Sarawat mountain range defines its western edge. Al Dahra Desert provides the eastern boundary and Al Rukali in the southern border. It stretches 885 km north to south and 725 km east to west with a total area of 47,000 square kilometer. The Najd slopes downward from the southwest to northeast with the elevation ranging from 1525 to 760 meter. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് പെട്രോഗ്ലിഫ് എന്ന് പറയുന്ന സംഭവമാണ്. ഇമേജ് ക്രിയേറ്റഡ് ബൈ റിമൂവിംഗ് പാർട്ട് ഓഫ് ദ റോക്ക് സർഫേസ് ബൈ ഇൻസൈസിംഗ്, പിക്കിംഗ്, കാർവിംഗ് ഓർ അപ്ഗ്രേഡിംഗ് ആസ് എ ഫോം ഓഫ് റോക്ക് ആർട്ട്. The word comes from the Greek prefix petro, from petra meaning stone, and glypho meaning carve, and was originally coined in French as petroglyphy. സോ ഈ റോക്ക് ആർട്ട് എന്ന് പറയുന്നത് ആദിമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ധാരണ, എങ്ങനെയൊക്കെയാണ് അത് ജീവിച്ചിരുന്നത്, അവർക്ക് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ സ്വഭാവം എന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ചില സൂചനകൾ തരുന്ന ഒരു സംഭവമാണ്, ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത്. We can see in this picture a rock art in Quriyat al-Asbaq petrograph panel in Riyadh province with the Najd in the background. You can see the rock art, see the pictures in the rock. Another one in Huma rock art Arabia, അവിടെ കുതിരകളുടെയും കുതിരപ്പടയാളികൾ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു എക്സ്പ്ലോറേഷൻ അത് ഒരുപക്ഷെ എന്താണ് ഒരു നല്ല ഒരു ഡിസ്കവറി, പ്രത്യേകിച്ചും ഒരു
പ്രദേശത്തെ ജനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള റോക്ക് ആർട്ട് പോലെയൊക്കെ തന്നെയുള്ളതാണ്. പുതിയ പുതിയ റിസ്കുകൾ നടക്കുവാനുള്ള ഒരു ഇൻസ്പിറേഷൻസ് നൽകുന്നതും അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്തരം ചരിത്ര ഡോക്യുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ ഈ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചരിത്രം എഴുതുന്നത് തന്നെ. And some of these earliest observations of Saudi Arabian petrographs were made by Lady Annie Blunt and her husband Wilfred Scaven Blunt. We already told you that. And they made a great work in this area to understand the geography of Arabia and also the people of Arabia. And in this slide, we discuss about the human presence in Arabian Peninsula dates back 1 million years, as evidenced by lithic materials discovered at sites like Shuhaidia in northern Saudi Arabia, Dawadmi in the central part of country, Birhima in the south, and Wadi Fatima area in the west. അപ്പോൾ ഇതൊക്കെ തന്നെയും ഇതെല്ലാം ഇവിടെ നിന്നെല്ലാം കണ്ടെത്തിയിട്ടുള്ള പെർസോഗ്രാഫി ക്ലിപ്സ് ഉണ്ട്, പെയിന്റിങ്സ് ഉണ്ട്. അതൊക്കെ ഹണ്ടിങ്ങിനെ കുറിച്ചും ഫൈറ്റിംഗ് സീനും ഇതൊക്കെ അതെല്ലാം അവിടുത്തെ സോഷ്യൽ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് റോക്ക് ആർട്ടുകൾ അല്ലെങ്കിൽ പെട്രോഗ്ലിഫ്സ്. Birhima is a rock art site in Najran province in southwest Saudi Arabia, about 200 kilometers north of the city of Najran. An ancient Paleolithic and Neolithic site. നമുക്കറിയാം പയോളിത്തിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 million years ago ആണ്. Early humans lived in the caves or simple huts to tepees and were hunted and gathered. അപ്പോൾ ഈ പിന്നെ പടത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പലിയോളിത്തിക് കാലഘട്ടത്തിലെ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നുള്ള ഒരു തെളിവാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. The Birhima complex covers the time period to 2500 to 1000 BC. ഡൊമസ്റ്റിക് കാറ്റിൽ എന്ന പിക്ചർ. അപ്പോൾ അവിടെ കാറ്റിൽസിനെ അല്ലെങ്കിൽ അതുപോലെ കന്നുകാലികളെ വളർത്തിയിരുന്നു, ഒരു മെരുക്കി വളർത്തിയിരുന്ന തെളിവ് തന്നെയാണ് ഈ ഒരു കാറ്റ്. Other long steppy slope, especially in the edge of plateau or separating areas of land to different heights, is called Jabal Tuwayak. That runs for 800 kilometers through the Najd in central Arabia, rising up to 600 meter elevation. It's actually a narrow plateau that slopes gradually downwards to the east, with its sharp cliff edge facing westward. The central part is mostly Jurassic in age and possesses enormous soil reserves. Riyadh is adjacent to this geological feature, and the petroglyph site of Qurayat al-Azba lies southwest of Riyadh. അതെല്ലാം റിയാദിന്റെ ഒരു പടമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ലാവ ഫീൽഡിനെ കുറിച്ചാണ്. Due to drifting between Arabian and African tectonic plates that formed the Red Sea starting around 50 million years ago, the Earth's crust has been stretched laterally, causing a vast basalt products. As a result, there are numerous large pitches of lava fields known by the term Harat. Harat എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഹറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവ ഫീൽഡ് ആണ്. അത് ഇവിടെയൊക്കെ ഒരുപാട് പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇതിന്റെ പടം നമുക്ക് നോക്കാം. കൊടുത്തിട്ടുള്ളത് ഇതാണ് ആർട്ട് ഓഫ് Shuwaimis lava field at Harat. Lava flows around Shuwaimis. വലിയ ഒരു ലാവ പ്ലെയിൻസിനെ കുറിച്ച് നോക്കാം. Biraya Ar-Rakba is a great sand plain that emerges south of the Harat. It consists of an extremely flat region with little vegetation and low population density. It is directly east of the cities of Jeddah and Makkah and south of Medina. About the coast, we can see the vast Arabian desert, so destitute of fresh water, is ironically nearly surrounded by seas. These include the Red Sea, Gulf of Aden, Arabian Sea, Gulf of Oman, and the Arabian Gulf. In addition, the Mediterranean Sea was accessible through the Levant via trade routes. Arabia's long coastlines provide important resources, including fish,
shellfish, pearls, and with the invention of seacraft, means of reaching other lands. We can see the map, which sees what's the coast area of Arabia. We can see the Red Sea, Persian Gulf, and Arabian Sea, including which consists of Indian Ocean. Okay. Thank you all for this watching this video on a brief description of the geography of. Okay, so